രാജശേഖരൻ, ഇന്നലെ പ്രതിപക്ഷ നേതാവ് അക്കമിട്ട് പല ചോദ്യങ്ങളും ഉന്നയിച്ചു സഭയിൽ. അതിനൊന്നും മറുപടി കിട്ടിയില്ല. മാത്രമല്ല, മണിപ്പൂരിൽ നിന്നുള്ള ജനപ്രതിനിധി അദ്ദേഹം 1 മിനിറ്റ് ചോദിച്ചു, ആ അവസരവും നിഷേധിച്ചു. അഡ്വക്കേറ്റ് വസന്ത് സിറിയാക്ക് അങ്ങ് പറഞ്ഞ അവസാനത്തെ കാര്യത്തിൽ ഞാൻ ആരംഭിക്കാം. നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 21 മണിക്കൂറാണ് സഭ അനുവദിച്ചത്. സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി അനുവദിച്ചത് 21 മണിക്കൂറാണ്. ആ 21 മണിക്കൂറിൻ്റെ ഒരു ദിവസം നഷ്ടപ്പെടുത്തി സമഗ്രമായ ചർച്ചയ്ക്ക് വഴിതടസ്സമുണ്ടാക്കിയ രാഹുലാണ് മണിപ്പൂരിൻ്റെ ചർച്ച വേണ്ടത്ര കൊണ്ടുപോകാത്തതിന് കാരണക്കാരെന്ന് ഞാൻ പറയും. 4 മണിക്ക് സംസാരിക്കുമെന്ന ഷെഡ്യൂള് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പം അവസാന നിമിഷം ഈ മണിപ്പൂരുകാരനെ, മണിപ്പൂരിലെ ബഹുമാനപ്പെട്ട MP സംസാരിക്കുന്ന നിർബന്ധിതനാക്കിയത് രാഹുലിൻ്റെ പരിചയമില്ലാത്ത, പക്വതയില്ലാത്ത പ്രതിപക്ഷ മാനേജ്മെൻറ്റിൻ്റെ പരാജയമാണ്. ഇല്ലെങ്കിൽ ഈ ചർച്ച വെള്ളിയാഴ്ചയെ ആരംഭിക്കാമായിരുന്നു. അതുകൊണ്ട് രാഹുൽ തന്നെയാണ് അതിന് കുറ്റക്കാരൻ. അതുപോലെ കോൺഗ്രസിൽ സംസാരിച്ച മറ്റുള്ളവർക്കും മണിപ്പൂർ വേണ്ടത്ര പറയാമായിരുന്നു. പറയാതിരുന്നതിന് ആരാ കുറ്റക്കാര്? ഇനി അടുത്ത കാര്യം, ഞാൻ എൻ്റെ ഇൻട്രൊഡക്ടറി റിമാർക്സ് ബോധപൂർവം പരിമിതപ്പെടുത്തിയതാണ്. രാഹുലിൻ്റെ പ്രസംഗത്തിൻ്റെ മറുപടി പറഞ്ഞില്ലെന്ന് പറയുമ്പം ഏത് പോയിന്റിലാണെന്ന് ചോദിച്ചാൽ ഓരോ പോയിന്റും പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ സമയക്കുറവുണ്ട്. രാഹുലിൻ്റെ ഒരു പ്രധാന പോയിന്റിന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞില്ല. അത് വേറൊന്നുമല്ല, ലോകസഭാ സ്പീക്കർ എനിക്ക് ഹസ്തദാനം ചെയ്യുമ്പം എൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ രാഹുലിൻ്റെ ഔദ്ധത്യത്തിന്, അഹങ്കാരത്തിന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞില്ല. കാരണം സ്പീക്കർ തന്നെ ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞിരുന്നു അതിന്. കാരണം പ്രായത്തിൽ കൂടുതലുള്ളവരോട് കുനിഞ്ഞ് നിൽക്കും, പ്രായത്തിൽ കുറവുള്ളവരോട് സമന്മാരായി ബിഹേവ് ചെയ്യും. അതല്ലല്ലോ ഇറ്റാലിയൻ അമ്മയുടെ പുത്രന് ഭാരതത്തിലെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരാൾ സ്പീക്കറായാലും എൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കണമെന്ന് പറയുന്നതിനുള്ള അഹങ്കാരമുണ്ടെങ്കിൽ ആ അഹങ്കാരത്തിന് മറുപടി പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പറയാതെ തന്നെ ജനം അറിഞ്ഞുകൊള്ളും. പിന്നെ അങ്ങ് പറഞ്ഞ നീറ്റ്, അതുപോലെ പല പ്രശ്നങ്ങൾക്കും മറുപടി പറഞ്ഞു. അഗ്നിവീർ, പിന്നെ വേറെ ഒന്നും കൂടെ അഗ്നിവീർ. എന്തിനാണ് അഗ്നിവീറിനെ കോൺഗ്രസും കൂട്ടാളികളും എതിർക്കുന്നെന്നുള്ളതിന് കൃത്യമായ സന്ദേശം പ്രധാനമന്ത്രി മോദിയുടെ മറുപടിയിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണം, ആ പ്രസംഗത്തിൻ്റെ അവസാനം അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഡെമോക്രസി, ഇന്ത്യയുടെ ഡെമോഗ്രഫി, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, ഇന്ത്യയുടെ ജനാധിപത്യവും ജനസംഖ്യയെയും ഇന്ത്യയുടെ പുരോഗമനത്തെയും തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികളെ, അവരുടെ പരിശ്രമങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി നടത്തിയ ഒരു നിരീക്ഷണം മോദി എടുത്തു പറയുകയുണ്ടായി. എന്നിട്ട് മോദി അവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഭാരതത്തിന് പുറത്തുള്ള പല ശക്തികളും ഭാരതത്തിൻ്റെ ഈ നിർണായക വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നതിന് വേണ്ടത് ചെയ്യുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണെന്ന് പറഞ്ഞിട്ട് മോദി അവസാനം പറയുന്നുണ്ട്, ഈ ചുമലുകൾക്ക് ശക്തിയുണ്ട്, എന്തെല്ലാം പ്രതികരണമുണ്ടെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അവിടെയാണ് മോദിയുടെ പ്രധാനപ്പെട്ട ഉത്തരത്തിൻ്റെ പ്രധാന ഭാഗം കിടക്കുന്നത്. ഇതാർക്കു വേണ്ടിയാണ്? അഗ്നിവീറിനെതിരെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുള്ളത് മോദി പറയുമ്പം ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം, ചൈനയുമായി രഹസ്യ കരാർ ഒപ്പിട്ടിട്ടുള്ള രാഹുൽ ഗാന്ധി അതിർത്തിക്കപ്പുറത്തുള്ള ശത്രുക്കളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അഗ്നിവീറിനെ ചെറുതാക്കി പറയുന്നത്. മാത്രമല്ല, ഇന്നലെ പറഞ്ഞ കള്ളത്തിന് രക്തസാക്ഷിയാകുന്ന അഗ്നിവീറിന് കോമ്പൻസേഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ
അന്നേരം തന്നെ മറുപടി കൊടുത്തിരുന്നു 1 കോടി രൂപ കൊടുക്കുന്നുള്ള കാര്യം. അതെ. അതുപോലെ ഓരോ മേഖലകളിലും ഇനി അടുത്തത് ഭരണഘടനയെ ഒരു കൊച്ചു പുസ്തകം പോലെ, ചുവന്ന പൈൻറ്റിട്ടൊരു പുസ്തകം പോലെ എടുത്തിങ്ങനെ ഇളക്കി കളിക്കുന്നത്, ഭഗവാൻ ശിവന്റെ പടത്തെ എടുത്ത് ഇളക്കി കാണിക്കുന്നത്, പക്വതയില്ലാത്ത ബാലകന്മാർക്ക് ഉണ്ടാവുന്ന ചാബല്യം, പറയാനും അറിയില്ല പ്രവർത്തിക്കാനും അറിയില്ലാത്ത ആ ചാബല്യം, ഓടിച്ചെന്ന് ലോകസഭയിൽ ചീത്ത പറഞ്ഞ ശേഷം പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുക, അവിടെയുള്ള വനിതാംഗങ്ങളുടെ മുമ്പിൽ കണ്ണിറുക്കി കാണിക്കുക തുടങ്ങിയ കോപ്രായങ്ങളൊക്കെ പറയേണ്ടി വന്നെങ്കിൽ അത് പറയിപ്പിച്ചതാണ്. മോദി ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗം ചെയ്യാതെ കോൺഗ്രസിലെ തന്നെ മനീഷ് തിവാരിയെ പോലെ, അല്ലെ കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജിനെ പോലെ സഭയിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ സകാരാത്മകമായ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് മാത്രമേ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമായിരുന്നിട്ടുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. 2, ഈ വിജയത്തിന് അനിയൻ നമ്പ്യാർജി പറഞ്ഞതുപോലെ 543-ൽ 99 കിട്ടിയതെങ്കിൽ കഴിഞ്ഞ 10 തെരഞ്ഞെടുപ്പുകളിൽ 984 ശേഷമാണ് 10 തെരഞ്ഞെടുപ്പുകളിലും 250-അടുത്തേക്ക് എത്താൻ കഴിയാഞ്ഞ കോൺഗ്രസിന്റെ പരാജയത്തിന്റെ ചരിത്രം, കഴിഞ്ഞ 3 തവണയും 100 സീറ്റ് മൊത്തമായി എടുക്കാൻ കഴിയാതെ പോയ പരാജയത്തിന്റെ ചരിത്രം കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഓർക്കേണ്ട കാര്യമാണ്. സർ, ഇക്കാര്യം കൂടെ പറഞ്ഞു. അതായത് ശക്തമായ പാർട്ടി സംവിധാനമുള്ളിടത്ത് പോലും കോൺഗ്രസിന് കിട്ടിയത് 26% വോട്ടാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അങ്ങ് സമയമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ കാണണം. ആ പ്രസംഗത്തെ ആസ്വദിച്ചിരിക്കുന്ന അഖിലേഷ് യാദവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണം. കോൺഗ്രസ്സുകാർക്ക് ഒഴിച്ച് ആർക്കും കാര്യമായ വിരോധമൊന്നും എതിർപ്പൊന്നും മോദി സംസാരിച്ചപ്പോഴില്ലായിരുന്നു. ആ അഖിലേഷ് യാദവിനെ അഡ്രസ് ചെയ്തുകൊണ്ട് മറ്റ് INDIA-യുടെ സഖ്യകക്ഷികളെ അഡ്രസ് ചെയ്തുകൊണ്ട് മോദി പറയുന്നുണ്ട്, കോൺഗ്രസ് ഇന്ന് പരാന്നഭോജിയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഇത്തിക്കണ്ണിയാണ്. ഇത്തിക്കണ്ണി തായ്തടിയിൽ നിന്ന് അതിൻ്റെ ആഹാരത്തെ വലിച്ചെടുത്ത് കഴിയുന്ന ഇത്തിക്കണ്ണികൾ. ആ ഇത്തിക്കണ്ണിയായ കോൺഗ്രസ് കൂട്ടുകക്ഷികളുടെ സഹായത്തോടുകൂടി മാത്രമാണ് ഇത്രയെങ്കിലും സീറ്റ് കിട്ടിയതും അതിനനുസരിച്ച സഹായം തിരിച്ച് കിട്ടിയിട്ടില്ല എന്നും കൃത്യമായിട്ട് മോദി പറഞ്ഞു. അത് തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനമായിരുന്നു. മാത്രമല്ല, ലോകസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന 4 നിയമസഭാ മത്സരങ്ങളിലെ വിജയം, അതുപോലെ 3ാമത് വീണ്ടും പ്രധാനമന്ത്രിയാകുന്നതിന് ജനം കൊടുത്ത വിജയം, ഇതിനൊക്കെ അപ്പുറമായിട്ട് കോൺഗ്രസിനോട് ആ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്ന് കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരമാണ് കൊടുത്തിട്ടുള്ളതെന്നും അത് മനസ്സിലാക്കി സ്വയം നിയന്ത്രിച്ചു പോകുന്നതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നൊക്കെ കൃത്യമായ മറുപടി കൊടുത്തു. 2029-ലും പ്രതിപക്ഷത്ത് ചോദ്യത്തിന് പോലും മറുപടി കൊടുക്കാനിട്ടില്ല. പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, മണിപ്പൂരിന്റെ കാര്യത്തില് സർസംഘചാലക് പറഞ്ഞതിന്, സർസംഘചാലക് എന്താ പറഞ്ഞത് അങ്ങക്ക് മനസ്സിലായോ? അത് മുഴുവൻ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ കളിയാക്കണമെന്ന് വിചാരിക്കരുത്. സർസംഘചാലകന്റെ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. കഴിഞ്ഞ 10 വർഷം മണിപ്പൂരിനെ ശാന്തമായി നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞ മോദിക്ക് അത് വീണ്ടും ചെയ്യാനുള്ള ബാധ്യതയുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല, മണിപ്പൂരിനെ മതപരിവർത്തനവാദികളും രാഷ്ട്രത്തിന് ശത്രുക്കളും എങ്ങനെയാണ് ആയുധമായി ഉപയോഗിക്കുന്നെന്നുള്ള കൃത്യമായ സന്ദേശം വ്യംഗ്യമായിട്ടാണെങ്കിൽ പോലും അതും സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭഗവത് നൽകി. ഇത് അവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് മനസ്സിലായി. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് യാഥാർത്ഥത്തിൽ സർസംഘചാലകിനെ വലിയ ബഹുമാനിയായിട്ട് മാറിയത്? ഇന്നലെയും കേട്ടല്ലോ, സഭയിൽ നിന്നുകൊണ്ട് ഹിന്ദുവിനെ അവഹേളിക്കുക, ഹിന്ദുവിരുദ്ധ വർഗീയതയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക. പുറകിൽ നിന്ന് 2-3 കാര്യങ്ങൾ കണ്ടു. ഒന്ന് ലവ് ജിഹാദിൻ്റെ
വക്താവ്, മറ്റു രണ്ടുപേര് ഹിന്ദുവിരുദ്ധ വർഗീയതയ്ക്ക് തുല്യമായ പ്രാധാന്യമുള്ള രണ്ടുപേര്. അങ്ങനെ കേരളത്തിലെ വലതു വർഗീയ മുന്നണിയുടെ 3 വക്താക്കളെ പുറകിലിരുത്തിക്കൊണ്ട് ഒന്നാന്തരം ഹിന്ദുവിരുദ്ധ വർഗീയതയുടെ ഭാഷയിൽ സംസാരിച്ച രാഹുലിന് മറുപടി കൊടുക്കാൻ വേണ്ടി മോദിക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.